ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ. ആദ്യം ഈ കാര്യം ആരിസ്ഖാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടപ്പാടെ സന്തോഷം കൊണ്ട് ഓനക്ക് എന്താ പറയണ്ടെന്ന് പോലും അറിയണില്ലെന്നാ ആദ്യം പറഞ്ഞത്. സത്യാണ് ദിലുജി പറഞ്ഞത്. ഈ കാര്യം കേട്ടപ്പോ ശരിക്കും ഹരിസ്കാക്ക് സന്തോഷമായ. പിന്നെ സന്തോഷാവാണ്ടിരിക്കും എൻ്റെ കുഞ്ഞോളെ. ഒരു ഇമ്മാവാൻ പോവാന്ന് അറിഞ്ഞപ്പോ എൻ്റെ ഉള്ളിൽ ഇപ്പൊ എത്രയോ സന്തോഷമുണ്ട്. അതേപോലെ ഒരു വാപ്പാവാൻ പോവാന്ന് അറിഞ്ഞപ്പോ ഓന്റെ ഉള്ളിലും കാണും അതുപോലത്തെ സന്തോഷങ്ങളൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെ ഈ പ്രശ്നങ്ങളും വാശിയും ദേഷ്യമൊക്കെ അധികം വഴുകാതെ തന്നെ ഒക്കെ ഓന്റെ ഉള്ളിൽ നിന്ന് മാറും. അന്നയും കുട്ടിനെ സന്തോഷത്തോടെ ഓന്റെ പെരേക്ക് കൊണ്ടുപോവുകയും ചെയ്യും, അല്ലേ? സത്യാണ് കുട്ടിയേച്ചി പറഞ്ഞത്. ഓനക്ക് ഈ കാര്യം അറിഞ്ഞപ്പോ വല്ല മാറ്റം ഉണ്ടാ? മാറ്റങ്ങളൊക്കെ ഇനി താനുണ്ടായിക്കോളും ഉമ്മ. എന്തായാലും ഈ കാര്യം അറിഞ്ഞപ്പോ ആരിസ് നല്ല സന്തോഷത്തിലാണ്. പിന്നെണ്ടല്ലേ കുഞ്ഞോളെ, അനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇജ് ഓക്കെ അല്ലേന്നൊക്കെ അതിനോട് ചോദിച്ചത്രട്ടവന്. ഇങ്ങനെ കരഞ്ഞടങ്ങറുണ്ടാക്കി വെക്കലുണ്ട് കുഞ്ഞോളെ. നോക്ക്, പഠിച്ചവനായിട്ടേ കൈവിട്ട് പോവാനായ നിങ്ങളെ ജീവിതം തിരിച്ചു പിടിക്കാൻ തന്നൊരവസരമാണെന്ന് ഇത് കരുതിയാൽ മതി. ഇതോടക്കനെ ഒക്കെ കലങ്ങി തെളിയട്ടെ. അതേ കുട്ടിയെ, കാര്യേജ് ഒരുപാട് തെറ്റോള് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിനൊക്കെ മനസ്സറിഞ്ഞ് ഇജിപ്പോ പഠിച്ചവനോട് പൊറുക്കലിനെ തേടുന്നുണ്ടോന്നോ ഈ ഉമ്മാക്കറിയാം. ഇന്നലെ രാത്രി ഉറങ്ങിക്കിടക്കണ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കാല് തൊട്ടിച്ച് കരഞ്ഞ് പോണത് കണ്ടപ്പോൾ അന്നോടൊന്നും പറഞ്ഞില്ലാന്നുണ്ടെങ്കിലും നെഞ്ഞ് പൊട്ടി ഞാൻ പഠിച്ചവനോട് ദുആ ചെയ്തിക്കണേ. എൻ്റെ കുട്ടിയുടെ എല്ലാ ഇടങ്ങറോളും ബുദ്ധിമുട്ടോളും തീർത്തു കൊടുക്കണേ റബ്ബേന്ന്. ആ പ്രാർത്ഥന പഠിച്ചവൻ കേൾക്കാണ്ടിരിക്കൂല. അത് ശരി, അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ രാത്രി അങ്ങനെ ഒരു കാര്യം ഉണ്ടായോ? മതി ഇനി കരഞ്ഞത്. ഇഞ്ഞിച്ച് കരഞ്ഞാലും ചിരിച്ചാലും ചിന്തിച്ചാലും പറഞ്ഞാലും ഒക്കെ അതിന്റെ എല്ലാം നേർപകുതി അന്റെ കുട്ടിക്കും കൂടി ഉള്ളതാ. അതുകൊണ്ട് വന്നിട്ട് വേഗം തിന്നാനും കുടിക്കാനും നോക്ക്. കുട്ടി നന്നായിട്ടുണ്ട് വളരട്ടെ. ഇന്ന് നമ്മുടെ കുട്ടി ചെല്ല്, പോയിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നും കുടിക്കുകയൊക്കെ ചെയ്തോട്. ഇമ്മ കുറച്ചു നേരം കിടക്കട്ടെ. എന്നാ നമുക്ക് ചോറുന്നില്ലതിലോ?